വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരവും വ്യക്തിത്വ വികസനവും ലക്ഷ്യമിട്ട് രക്ഷിതാക്കൾക്കായി പഠന പരിശീലന പരിപാടി. This news is brought to you by തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങളെയും വ്യക്തിത്വ വികാസങ്ങളെയും ലക്ഷ്യമിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്പർശം പഠന പരിശീലന പരിപാടി നടത്തിയത്. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി പ്രാപ്പുവിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എ.വി. ലേജു ഉദ്ഘാടനം ചെയ്തു. 35 കുട്ടികൾ വഴിയാണ്. അപ്പോൾ ആ 35 കുട്ടികളിൽ ഒരു കുട്ടി തന്നെ ഇല്ലാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഒരു തുക മാറ്റിവെച്ചുകൊണ്ട് 1,80,000 1 ലക്ഷം അല്ല മോശം നമ്മുടെ സ്കൂളിനെയും സെലക്ട് ചെയ്തിട്ടുള്ളത്. അതന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായി തന്നെ കരുതണം. അപ്പൊ നല്ലൊരു പ്രാധാന്യം മാനസികമായി ഇത് ഏറ്റെടുക്കണം എന്നില്ലാന്ന് എനിക്ക് പറയാനുള്ളത്. ബാക്കിയെല്ലാം ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് മാറ്റിവെച്ചുകൊണ്ട്. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ മേഖലയിലൊക്കെ നല്ല തുക മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു മേഖലയിലുള്ള കുട്ടികളെയും രക്ഷിതാക്കളെയും ഉയരങ്ങളിൽ എത്തിക്കുക, മുന്നോട്ട് കൊണ്ടുവരിക, കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യമായി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് തുടർച്ചയായി നമുക്കത് ഏറ്റെടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും. ഇപ്പൊ സ്കൂൾ വേണ്ടുന്ന നൈപുണ്യ പരിശീലനം ഇപ്പൊ പഠനത്തിൽ കുറച്ച് പുറകോട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ കുട്ടികൾ പഠനത്തിൽ പുറകോട്ടേക്ക് പോകുന്നത്? അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ അപ്പൊ പഠന അന്തരീക്ഷം വീട്ടിലും സ്കൂൾ നല്ല പഠനാന്തരീക്ഷം ഉണ്ട്. ആ കുട്ടിയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ആ കുട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ KC ലക്ഷ്മണൻ അധ്യക്ഷനായി. പഠന പിന്നോക്കാവസ്ഥ പരിഹരിച്ച് മികച്ച നിലയിൽ അത്തരം കുട്ടികളെ വാർത്തെടുക്കുന്നതിനുള്ള പദ്ധതിയാണ്, കർമ്മ പദ്ധതിയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ട്രൈബൽ മേഖലയിലെ കുട്ടികൾ പഠനത്തിൽ വളരെ പിറകിലാണ്. അതിന് ചിലപ്പോൾ നിരവധി കാരണങ്ങൾ ഉണ്ടാവാം. ആ കാരണങ്ങൾ എന്തെന്ന് കണ്ടെത്തി അത് പരിഹരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിലപ്പോൾ അവരുടെ വീടുകളിലെ സാഹചര്യങ്ങൾ പഴയ കാലത്തെ പോലെ പട്ടിണി ദാരിദ്ര്യമൊന്നും അനുഭവിക്കുന്ന ആളുകളില്ല. പട്ടിണി ഒക്കെ പോയി. മിക്കവാറും ആളുകൾക്ക് തൊഴിൽ, അവരുടെ വീടിനകത്തെ സാഹചര്യം, ഈ പഠിക്കാൻ ആവശ്യമായ സാഹചര്യം വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് പഠിക്കാൻ സാഹചര്യമുള്ള കുടുംബങ്ങളിൽ വരുന്ന കുട്ടികളെല്ലാം പഠനത്തിന് മോശമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് വരുന്നു. അപ്പോൾ മികച്ച ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ് എടുക്കാൻ അധ്യാപകരുടെ ഇതിലാകുമ്പോൾ സമയം കുറച്ച് നിന്ന് പോകും എന്നതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലേജു അവരുകളാണ്. രാമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. അപ്പം ഈ മേഖലയിലെ കുട്ടികളുടെ അക്കാദമികപരമായ കാര്യങ്ങളുടെ വികാസവും അതോടൊപ്പം അവരുടെ നൈപുണ്യ വികാസവും കൂടാതെ വ്യക്തിത്വ വികാസം ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തന പദ്ധതികളാണ് സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ SEP എന്ന പരിപാടിയിൽ ഉൾപ്പെടുന്നത്. നമ്മുടെ വിദ്യാലയം ഗോത്രവർഗ മേഖലയിലെ വിദ്യാലയം എന്ന പരിഗണനയിലാണ് നമ്മുടെ സ്കൂളിൽ ഈ പദ്ധതിക്ക് വേണ്ടി സർക്കാർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ SEPയിൽ 35 പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഹെഡ്മാസ്റ്റർ K. രാജൻ പദ്ധതി വിശദീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ KV സജി, പഞ്ചായത്ത് അംഗം സീമ മുകുന്ദൻ, SMC ചെയർമാൻ KS ദിലീഷ്, PTA വൈസ് പ്രസിഡന്റ് M. അലിയാർകുട്ടി, മദർ PTA പ്രസിഡന്റ് അലീന അഭിലാഷ് എന്നിവർ സംസാരിച്ചു. സോഫ്റ്റ് സ്കിൽ ട്രെയിനർ അതിൽ മൈക്കിൽ പരിശീലന ക്ലാസ് എടുത്തു. അത് നമ്മുടെ അധ്വാനം കൊണ്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണ്. ഞാൻ നാട്ടിൽ പഠിക്കുന്ന 2 നല്ല പെൺപിള്ളേരുണ്ടായിരുന്നു. പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അന്നിങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തോ ഒരു ചെറിയൊരു പാഠ്യ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പിള്ളേരെ വിളിച്ചിരുത്തി പഠിപ്പിക്കുമായിരുന്നു. ഈ അമ്മ അപ്പൻ ഉപേക്ഷിച്ച് പോയി. അമ്മ കൂലിപ്പണിക്ക് പോയി പിള്ളേർക്കുള്ള എല്ലാം വാങ്ങിക്കൊടുത്തു. കഷ്ടപ്പാട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താ അവരമ്മേനെ അറിഞ്ഞില്ല. സംഭവിച്ചതെന്നറിയോ? ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുമ്പോൾ 2 പേര് അവരുടെ വഴിക്ക് പോയി. ഇന്ന് ആ അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ. ഇന്നും അമ്മയുടെ കൂലിപ്പണിക്ക് ഒരു വ്യത്യാസമില്ല. ഞാൻ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ.
നമ്മുടെ മക്കളെ കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തുന്നെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. അത് ഏത് മാതാപിതാക്കളാണെങ്കിലും പണിയെടുപ്പിക്കണമെന്ന്. കാരണം നിങ്ങൾക്കറിയാമോ, ലോകത്ത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ +2 കഴിഞ്ഞിട്ടും നമ്മൾ ഈ ചോറ് വാരി കൊടുക്കലും ഭക്ഷണം ഉണ്ടാക്കലും തുണി ആക്കി കൊടുക്കലും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമം എന്താണെന്നറിയോ, 14 വയസ്സ് കഴിഞ്ഞാൽ അവൻ അധ്വാനിക്കണം. എവിടെ അധ്വാനിക്കണം? ഖനികളിൽ പോകാൻ പാടില്ല. ടാങ്ക് കഴുകുന്ന പയ്യൻ നിങ്ങൾ കണ്ടായിരുന്നോ? ആ വീട്ടിൽ നിന്ന് അനുമോദിച്ചു. നിങ്ങൾക്കറിയാവോ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആ ഒരു ഇരുട്ടി പേരാവൂർ ഇങ്ങനെ ആലമ്പോട് ഇങ്ങനെ എത്തുമ്പോഴേക്കും ഇതൊന്നും പിള്ളേരെ പരിചയപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് പേർ ഒന്നിച്ചിരിക്കണം. പറഞ്ഞ പയ്യന് മൊബൈൽ ഫോൺ തന്നെ വാങ്ങി കഴിയും. 2 ടാങ്ക് കഴിയുന്നുണ്ടെങ്കിൽ 1 ലിറ്റർ അവന് ചെലവെന്നാ. അവന് മാസം നല്ല സാലറി ഉണ്ട്. 4ാം വർഷം അവന്റെ ലെവൽ എന്താണെന്നറിയാമോ? ഇതോ നമ്മള് കുറെ മലയാളികളും ഒന്നും ചെയ്യിക്കാല, ഒരിക്കലും പറയാല ഇടി ഭക്ഷണം കഴിച്ചോണം. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ.